Good afternoon, students. Here today we are going to study about centrifugation. Centrifugation എന്നുള്ള ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. അതിൻ്റെ പ്രിൻസിപ്പിൾ, ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ എല്ലാ വീട്ടിലും ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ തൈരിൽ നിന്ന് നമ്മൾ വെണ്ണ കടഞ്ഞെടുക്കുന്ന പ്രോസസ്സ്, അതാണ് ശരിക്കും സത്യത്തിൽ സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ, അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ നോക്കാം. വാട്ട് ഈസ് സെൻട്രിഫ്യൂഗേഷൻ? അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ടെക്നിക് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. ദാറ്റ് ഈസ് സെപ്പറേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിൻ്റെ സൈസ്, ഷേപ്പ്, മാസ്, ഡെൻസിറ്റി, വിസ്കോസിറ്റി ഓഫ് മീഡിയം ആൻഡ് റോട്ടർ സ്പീഡ്. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഒരു ഹോമോജീനസ് മിക്സ്ചറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ്റെ ഫാദർ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞത് സ്വിറ്റ്ബർഗ് ആൻഡ് നിക്കോൾസ് ആണ് ഇൻ 1923. ഇനി ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സെൻട്രിഫ്യൂഗേഷൻ വി കോൾ ഇറ്റ് ആസ് സെൻട്രിഫ്യൂജ്. ദെൻ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ കൊടുക്കുന്ന ആ സ്ട്രക്ചറിനെ പറഞ്ഞതാണ് റോട്ടർ. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിന് നമ്മൾ പറയുന്നതാണ് റോട്ടർ. അതാണ് സെൻട്രിഫ്യൂഗേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി അടുത്തതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇറ്റ് ഈസ് എ മെയിൻലി റേറ്റ് ഓഫ് സെഡിമെൻറ്റേഷൻ ഈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ അപ്ലൈഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ക്വയർ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒമേഗ എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത് ഓഫ് റോട്ടർ ആൻഡ് ദ റേഡിയസ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് ദി റൊട്ടേഷൻ. അതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗനെ നമ്മൾ ഇക്വേഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ πrpm/30 എന്നാണ്. അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൊടുക്കാം. ഇനി ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു πrpm/30 ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് RCF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ πrpm/30 ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 980. ഇതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി അടുത്ത നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ്. 3 ടൈപ്പ് സെൻട്രിഫ്യൂജാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോ സ്പീഡ് സെൻട്രിഫ്യൂജ്, ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ്, അൾട്രാ സെൻട്രിഫ്യൂജ്. ദിസ് ടൈപ്സിനെ നമ്മൾ മെയിനായിട്ട് ഒരു മിനിറ്റിൽ എത്ര RPM റെവല്യൂഷൻ പെർ മിനിറ്റ് വരും, അതുപോലെ തന്നെ എത്രത്തോളം സാമ്പിളിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ രണ്ടിൻ്റെ ബേസിലാണ് നമ്മൾ സെൻട്രിഫ്യൂജസിനെ 3ആക്കി തിരിച്ചിട്ടുള്ളത്. ഇനി ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് മീൻസ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സെഡിമെൻറ്റേഷൻ ഓഫ് ഹെവി പാർട്ടിക്കിൾസ്. ഹെവി പാർട്ടിക്കിൾസിൻ്റെ സെഡിമെൻറ്റേഷനാണ് ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. In the case of high speed centrifuge, it is mainly used for sophisticated biochemical applications. അപ്പോൾ ഈ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആയാലും അൾട്രാ സെൻട്രിഫ്യൂജ് ആയാലും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടാനോ അതിന് ഡീനാച്ചറോ സംഭവിക്കാനോ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സെൻട്രിഫ്യൂജ്, അതായത് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആയാലും അൾട്രാ സെൻട്രിഫ്യൂജ് ആയാലും നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളിലായിരിക്കും ചെയ്യേണ്ടത്. ഇനി ലോ സ്പീഡ് സെൻട്രിഫ്യൂജിൽ പെർ മിനിറ്റിൽ അത് 4000 to 5000 RPM ആണ് അതിൻ്റെ റൊട്ടേഷൻ പെർ മിനിറ്റ്. ഇനി ഇൻ ദ കേസ് ഓഫ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിൻ്റെ കേസിലാണെങ്കിൽ 15,000 to 20,000 ആണ് അതിൻ്റെ RPM. ഇനി അൾട്രാ സെൻട്രിഫ്യൂജിലാണെങ്കിൽ ഹൈ RPM ആണ്, അതായത് 65,000 to 1 lakh വരെയാണ് പെർ മിനിറ്റിൽ അതിൻ്റെ റൊട്ടേഷൻ. ഇനി നമ്മൾ പറഞ്ഞ പോലെ ലോ സെൻട്രിഫ്യൂജ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആൻഡ് അൾട്രാ സെൻട്രിഫ്യൂജ് നമുക്ക് എന്തായിരിക്കണം, ബയോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് വേണം ഈ 2 സെൻട്രിഫ്യൂജസും യൂസ് ചെയ്യാൻ. ഇനി അൾട്രാ സെൻട്രിഫ്യൂജിൻ്റെ റോട്ടർ മെയിനായിട്ട് അലുമിനിയം അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ടുണ്ടാക്കിയതായിരിക്കും. മാത്രമല്ല വാക്വം ഉണ്ടായിരിക്കും അതിനകത്ത്. ഇനി 2 ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജാണ് ലോ സ്പീഡ് സെൻട്രിഫ്യൂജിൽ വരുന്നത്. ഫിക്സഡ് ആംഗിൾ സെൻട്രിഫ്യൂജും സ്വിങ്ങിങ് ബക്കറ്റ് സെൻട്രിഫ്യൂജും. അതിൽ മാക്സിമം കണ്ടെയ്ൻ ചെയ്യുന്ന സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 to 100 ml ആണ്.
ഇനി ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിൻ്റെ കേസിലാണെങ്കിൽ 3 ടൈപ്പ് റോട്ടറാണ് ഉള്ളത്. ഫിക്സഡ് ആംഗിൾ, സ്വിങ്ങിങ് ബക്കറ്റ് ആൻഡ് വെർട്ടിക്കൽ റോട്ടേഴ്സ്. അതിൽ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിലായാലും അൾട്രാ സെൻട്രിഫ്യൂജിലായാലും ലാർജ് എമൗണ്ട് ഓഫ് സാമ്പിൾസിനെ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്യിക്കാൻ പറ്റും. ഇനി ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെപ്പറേഷനാണ്. ഇനി ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിനാണെങ്കിൽ പ്രോട്ടീൻ സെപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അൾട്രാ സെൻട്രിഫ്യൂജ് ആണെങ്കിൽ പ്രിപ്പറേറ്റീവ് ആൻഡ് അനലറ്റിക്കൽ വർക്കിനും യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സെൻട്രിഫ്യൂജ് ആയിരുന്നു, എത്ര ടൈപ്പ് സെൻട്രിഫ്യൂജ് ഉണ്ടെന്നായിരുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്. there are 3 ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ പെല്ലറ്റിംഗ് ഓർ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. അത് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ we provide different centrifugal force for different organelles for particular period of time. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓരോ പാർട്ടിക്കിളിനും നമ്മൾ സെപ്പറേറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മെയിനായിട്ട് സൈസും ഡെൻസിറ്റിയും വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ലാർജ് പാർട്ടിക്കിൾ അപ്പോൾ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യും, സ്മോൾ പാർട്ടിക്കിൾസ് പിന്നെ നെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ ഹോമോജിനേറ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽട്ടർ ചെയ്ത് അതിൽ അൺബ്രോക്കൺ ആയിട്ടുള്ള അൺവാണ്ടഡ് സെൽസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ഫസ്റ്റ് എടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു 800 G ഫോർ 10 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 12,000 G ആയിരിക്കും 20 മിനിറ്റ്. അപ്പോൾ നമുക്ക് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, പെറോക്സോം ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 50,000 ഗ്രാവിറ്റി, അതായത് 60 മിനിറ്റ്സ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ, മൈക്രോസോമൽ ഫ്രാക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ വി പ്രൊവൈഡ് 3 lakh ഫോർ 2 hours. അപ്പോൾ നമുക്ക് റൈബോസോമൽ യൂണിറ്റ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇതാണ് ഇതിൻ്റെ പിക്ചർ. ABC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഹെയർ ടെസ്റ്റ് ട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡിഫറെൻറ്റ് സൈസിൽ പാർട്ടിക്കിൾസ് കാണാം. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്കറിയാം ഓരോ ലെയറായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് സെക്കൻഡ് സെൻട്രിഫ്യൂഗേഷൻ, ഡെൻസിറ്റി ഗ്രാഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഓഫ് കമ്പോണൻറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് സെൻട്രിഫ്യൂജിങ് മീഡിയ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻറ്റിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന മീഡിയയുടെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത്. ഇത് 2 ടൈപ്പാണുള്ളത്, റേറ്റ് സോണൽ ടെക്നിക്കും ഐസോപിക്നിക് ടെക്നിക്കും. ഇനി ഫസ്റ്റ് തന്നെ റേറ്റ് സോണൽ ടെക്നിക്കാണ് പറയുന്നത്. റേറ്റ് സോണൽ ടെക്നിക് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ this separation is mainly based on size, shape, density and viscosity of medium that we are applying centrifugal field. അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് റേറ്റ് സോണൽ ടെക്നിക്ക് വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോണൽ സെൻട്രിഫ്യൂഗേഷൻ ഓൾസോ നമ്മൾ ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്നും കൂടി പറയും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ സൂക്രോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ആ ടോപ്പിലേക്ക്. അത് ഒരു ടെസ്റ്റ് ട്യൂബിലെടുക്കും, അതിന് സൂക്രോസ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമായത് അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതാണ് റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക്. അടുത്തതാണ് ഐസോപിക്നിക് സെൻട്രിഫ്യൂഗേഷൻ. ഈ ഐസോപിക്നിക് സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ 2 ടൈപ്പ് ഓഫ് മീഡിയ യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെയ്യുക. സെൻട്രിഫ്യൂഗിങ് മീഡിയ വിത്ത് കണ്ടിന്യൂസ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റും പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെൻസിറ്റി ഗ്രേഡിയൻറ്റും. ഇനി ഫസ്റ്റ് കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൂക്രോസ് പോലുള്ള മിക്സ്ചർ ഒരു മീഡിയ നമ്മൾ കെയർഫുള്ളി എന്തിനു കൊടുക്കും, ഈ സെൻട്രിഫ്യൂജിങ് മീഡിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനിലേക്ക് കൊടുക്കും. എന്നിട്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ്റെ ഡെൻസിറ്റിയും അതുപോലെ അതിൽ ആ മീഡിയത്തിലുള്ള കമ്പോണൻസിൻ്റെ ഡെൻസിറ്റിയും എന്താവും സെപ്പറേറ്റ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ഓരോ ബാൻഡ്സ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, സൊല്യൂഷനിൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രിഫ്യൂജിങ് മീഡിയ വിത്തൗട്ട് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷനിലേക്ക് സെൻട്രിഫ്യൂജിങ് മീഡിയ ആഡ് ചെയ്ത് നല്ല കംപ്ലീറ്റ്ലി അജിറ്റേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത മീഡിയയുടെ ഡെൻസിറ്റി
അതിലുള്ള കമ്പോണൻസിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അത് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഫ്ലോട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇത് റേറ്റ് സോണലിൻ്റെയും ഐസോപിക്നിക്കിൻ്റെയും ഡിഫറൻസ് ആണ്. നമുക്ക് റേറ്റ് സോണലിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബാൻഡായിട്ട് ജസ്റ്റ് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ഐസോപിക്നിലാകുമ്പോൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ് ഇക്വിലിബ്രിയം ഐസോഡെൻസിറ്റി സെൻട്രിഫ്യൂഗേഷൻ. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് സീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൂക്രോസ് സൊല്യൂഷനാണ് സെൻട്രിഫ്യൂജിങ് മീഡിയയിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. സീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൂക്രോസ് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്യും. അതിനുശേഷം എന്തുണ്ടാവും, അതിനുശേഷം അതെന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സൂക്രോസിൻ്റെ ഡെൻസിറ്റിയും നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റിയും എന്ത് ചെയ്യും, ഒരു പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റി ഈക്വൽ ആവും. അതിനുശേഷം എന്തുണ്ടാവും വെച്ചാൽ അപ്പോൾ ഇതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും, നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിൾസ് ഫ്ലോട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് അതിൻ്റെ പിക്ചർ, ഇക്വിലിബ്രിയം ഐസോഡെൻസിറ്റി സെൻട്രിഫ്യൂഗേഷൻ്റെ പിക്ചർ. ഇനി ലാസ്റ്റ് പറയാനുള്ളത് നമുക്ക് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ 4 ടൈപ്പ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് പഠിച്ചു. 4 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ലൈക്ക് ന്യൂക്ലിയൈ, മൈറ്റോകോൺട്രിയ, DNA, RNA, അതായത് സെൽ കമ്പോണൻസിൻ്റെ സെപ്പറേഷൻ. ഇനി റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ മെയിൻലി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് എൻസൈം, DNA to RNA separation, then hybrid separation, ribosomal subunits, subcellular organelles, etc. In the case of isopycnic centrifugation, separation of endoplasmic reticulum, that is rough endoplasmic reticulum and smooth endoplasmic reticulum, RNA from DNA, lysosome from peroxisome, ഇതിൻ്റെയൊക്കെ സെപ്പറേഷനാണ് നമ്മൾ ഐസോപിക്നിക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് ഇക്വിലിബ്രിയം ഐസോഡെൻസിറ്റി സെൻട്രിഫ്യൂഗേഷൻ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ അനലറ്റിക്കൽ പർപ്പസ്, അതായത് ഹ്യൂമൻ പ്ലാസ്മ പ്രോട്ടീൻ്റെയൊക്കെ അനലറ്റിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഇക്വിലിബ്രിയം ഐസോഡെൻസിറ്റി സെൻട്രിഫ്യൂഗേഷൻ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ തരാം, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കാം കേട്ടോ.